نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ LSS എഴുത പ്രിയപ്പെട്ട ചക്രമക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? അടിപൊളി അല്ലേ? സെറ്റ് അല്ലേ? പവർ അല്ലേ? പവർ കുറഞ്ഞു വരണം അല്ലെ? പവർ കൂടി വരണം. കാരണം എന്താ, നമ്മുടെ പരീക്ഷ ഇനി 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 2 ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന പരീക്ഷ അടിപൊളിയായി സെറ്റായി നമ്മുടെ എല്ലാ മക്കൾക്കും എഴുതാൻ വേണ്ടി കഴിയണം. വേണ്ടടാ, കഴിയണ്ടേ. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും ബ്ലാ ബ്ലൂ ഒന്നും പറഞ്ഞിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഒഴിവാക്കുന്നില്ല. നമ്മൾ നേരെ വീഡിയോയിലേക്കാണ് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മളൊരു കാര്യം പറയുന്നുണ്ട്. എന്താ കാര്യം? നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ചുവന്ന ഒരു ബട്ടൺ ഉണ്ട്, അത് പിടിച്ച് ഞെക്കി കൊടുക്കുക. അത് ഞെക്കി കൊടുത്താൽ ഇപ്പോഴത്തെ കാണുന്ന ലൈവ് കമന്റ് ഉണ്ട്. ആ ലൈവ് കമന്റിൽ പോയിട്ട് കമന്റ് ചെയ്യാൻ പറ്റും. കമന്റ് ചെയ്യണ്ടേ? ഓക്കെ, റെഡി. നേരെ നമ്മൾ പോവാണ്. എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ്. റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? പേടിയുണ്ടോ? പരീക്ഷ അടുക്കും തോറും പേടിയുണ്ടോ? ഇനി നമ്മൾ പുതിയ ചോദ്യങ്ങളാണ്, ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് മോഡൽ എക്സാം നടന്നിട്ടില്ല ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. അതൊക്കെ കേൾക്കാൻ റെഡിയായി സെറ്റായി നിൽക്കുകയല്ലേ നിങ്ങൾ? നിങ്ങൾ ഏറ്റവും പുതിയ ചോദ്യങ്ങളാണ്. ഏറ്റവും മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ ഏതു സാഹിത്യകാരനുമായി ബന്ധപ്പെട്ടതാണ്? 1913 മാർച്ച് 16 കോഴിക്കോട് ജില്ലയിൽ ജനനം. വനകൗമുദി ശ്രദ്ധേയമായ കൃതികളിൽ ഒന്നാണ്. ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ് ഈ സാഹിത്യകാരൻ? ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് അവിടെ പറഞ്ഞത് 1913 മാർച്ച് 16 കോഴിക്കോട് ജില്ലയിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞു. രണ്ടാമത് കൊടുത്തത് വനകൗമുദി ശ്രദ്ധേയമായ കൃതികളിൽ ഒന്നാന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. നമുക്ക് കണ്ണും പൂട്ടി പറയാൻ പറ്റും അതാരാണ്? SK പൊറ്റക്കാടാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? കണ്ണും പൂട്ടി നമുക്ക് പറയാൻ പറ്റും. പറ്റണം. ഓക്കെ, റെഡി. വരരുചി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? വരരുചി എന്ന് പറയുന്നത് ഏത് കൃതിയിലെ കഥാപാത്രമാണ് വരരുചി? വേഗം പറഞ്ഞോ, ഏത് കൃതിയിലെ കഥാപാത്രമാണ് വരരുചി? നമുക്ക് എഴുതി കൊടുക്കാം. അത് ഐതിഹ്യമാലയിലെ കഥാപാത്രമാണ് വരരുചി എന്നുള്ളത്. നേരെ നമ്മൾ പോവാണ് അടുത്ത ചോദ്യത്തിലേക്ക്. നമ്മൾ നേരെ പോവാണ്. കുരുന്നിലനെ പിരിച്ചെഴുതും. എങ്ങനെ എഴുതും? കുരുന്നിലനെ നമ്മൾ അങ്ങോട്ട് പിരിച്ചെഴുതുകയാണ്. എങ്ങനെ എഴുതും? കുരുന്ന് പ്ലസ് ഇല എന്ന് എന്ത് ചെയ്യാം? നമുക്ക് പിരിച്ചെഴുതാം അല്ലെ? ഇനി അടുത്തത് കൊടുത്തിട്ടുണ്ട് മുത്തണിഞ്ഞു എന്നുള്ളത്. എങ്ങനെ പിരിച്ചെഴുതും? മുത്ത് പ്ലസ് അണിഞ്ഞു എന്ന് എഴുതിയാൽ മുത്തണിഞ്ഞു എന്ന് വായിക്കും അല്ലെ? മുത്ത് പ്ലസ് അണിഞ്ഞു എന്ന് എഴുതിയാൽ മുത്തണിഞ്ഞു എന്ന് വായിക്കും. പിന്നെയോ അടുത്തതോ, ഇതുപോലെ താഴെ കൊടുത്ത പദം പിരിച്ചെഴുതുക. എന്താണ് ആ പദം? നാമ്പുണരുന്നത്. ഇത് നമ്മൾ പറഞ്ഞ ചോദ്യമാണ്. നാമ്പുണരുന്നത് എന്നുള്ളത് എങ്ങനെ പിരിച്ചെഴുതണം മക്കളെ? എങ്ങനെയാണ് നമ്മൾ നാമ്പുണരുന്നത് എന്നുള്ളത് പിരിച്ചെഴുതുക? നാമ്പ് ഉണരുന്നത് എങ്ങനെയാണ്? പറഞ്ഞേ തന്നെ ഉണ്ടല്ലേ, നാമ്പ് പ്ലസ് ഉണരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. ഈ പ്രസിദ്ധമായ വരികൾ ആരുടേതാണ്? നല്ലതല്ലൊരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്. ഈ പ്രസിദ്ധമായ വരികൾ ആരുടേതാണെന്ന് നമുക്ക് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഈ പ്രസിദ്ധമായ വരികൾ ശ്രീനാരായണ ഗുരുവിൻ്റെതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കണ്ണും പൂട്ടി നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ചറപറ മഴ പെയ്തു. അടിയിൽ വരയിട്ട പദം ശ്രദ്ധിക്കൂ. അടിയിൽ വരയിട്ടത് ചറപറയാണ് കേട്ടോ. ഇതുപോലെ ഉചിതമായ പ്രയോഗം ചേർത്ത് താഴെ തന്ന വാക്യം എഴുതുക. കിളികളുടെ ഡേഷ് ശബ്ദം കേൾക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു ചറപറ മഴ പെയ്തു. കിളികളുടെ ഡേഷ് ശബ്ദം കേൾക്കാം. അവിടെ നിങ്ങൾക്ക് ഉചിതമായിട്ട് തോന്നുന്ന ഒരു സംഭവം അങ്ങോട്ട് എഴുതാം അല്ലേ?
കിളികളുടെ എന്താ കളകളം ഒഴുകുവോ? കിളി ഇല്ലല്ലോ, ഇല്ലല്ലോ. കിളികളുടെ എങ്ങനെയാ ശബ്ദം ഉണ്ടാക്കുക നമുക്കറിയാം. ആ ഒരു ഉചിതമായ സാധനം ഏതാണ്, ഓരോ കുട്ടിയും കിട്ടുന്ന ആ സാധനം എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ സൂട്ട് ചെയ്ത് എഴുതി കൊടുക്കുക. റെഡി. നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. താഴെ നൽകിയ പദങ്ങളിൽ നിന്ന് ഇളക്കമില്ലാത്ത എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശരിയായ പദം കണ്ടെത്തി എഴുതുക. അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്തിട്ട് അത് ആൻസർ വരുന്നത് അചഞ്ചലം എന്നാണ്. അചഞ്ചലം ആൻസർ ഓപ്ഷൻ ബി ആണ്, അചഞ്ചലമാണ് കേട്ടോ. അത് ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം, ഇപ്പൊ ഇങ്ങനെ കണ്ടാലും മനസ്സിലാവില്ല. ഓക്കെ റെഡി. നമുക്ക് PDF-ലേക്ക് അങ്ങോട്ട് അയച്ചു തരാം. ഓക്കെ റെഡി. അടുത്തതിലേക്ക് പോകാം. രാത്രി കുറച്ചു ഭക്ഷണം മാത്രം കഴിക്കുക എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ലി ഏത്? പഴത്തിന്റെ ചൊല്ലാണോ, പഴഞ്ചൊല്ലി അങ്ങനത്തതാണോ? അല്ല, പഴഞ്ചൊല്ല് ഏതാണ്? രാത്രി കുറച്ചു ഭക്ഷണം മാത്രം കഴിക്കുക എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? അന്നം ഔഷധമാണ്, അന്നബലം പ്രാണബലം, അത്താഴം അത്തിപ്പഴത്തോളം, വിശപ്പില്ലെങ്കിൽ ആശിക്കരുത്. ഇതിലേതാണ് നമ്മുടെ രാത്രി ഭക്ഷണം കുറച്ചു മാത്രമേ കഴിക്കാവൂ എന്നുള്ളതിന്റെ ഉത്തരം ഏതാണ്? അത്താഴം അത്തിപ്പഴത്തോളം അല്ലെ. രാത്രി ഭക്ഷണം കുറച്ചേ കഴിക്കാവൂ. അതിനെങ്ങനെ എഴുതാം? അത്താഴം അത്തിപ്പഴത്തോളം അല്ലെ. അത്താഴം അത്തിപ്പഴത്തോളം. നേരെ പോവാണ് നമ്മൾ അടുത്തതിലേക്ക്. ശരിയായ അക്ഷരമാലാ ക്രമത്തിൽ എഴുതിയ പദങ്ങൾക്ക് നേരെ താഴെ പറയുന്ന പദങ്ങൾ കൂട്ടത്തിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. അവിടെ അഞ്ചിതം, പൈതല്, പാലിക്കുക, അതേപോലെ തന്നെ തോഴൻ കൊടുത്തിട്ടുണ്ട്. 6 നൈതല്, മാൺപ്, ശയ്യ കൊടുത്തിട്ടുണ്ട്. മുകില്, അതിഥി, തുച്ഛം, നൗക കൊടുത്തിട്ടുണ്ട്. അമ്പിളി, വീണ്, ധാര, മാഴ്വുക കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ശരി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് അതിൽ ശരി. ഓപ്ഷൻ ബി വരുന്നത് 6 നൈതല്, മാൺപ്, ശയ്യ കേട്ടോ. ഓക്കെ റെഡി. നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്. അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അടുത്തേക്ക് പോവാണ്. നല്ല സ്വഭാവത്തോടു കൂടിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഥകളിയിൽ ഉപയോഗിച്ച വേഷം ഏതാണ്? കത്തിയാണോ, കരിയാണോ, താടിയാണോ, പച്ചയാണോ? ഇതിലേതാണ് നല്ല കഥാപാത്രങ്ങളെ നല്ല സ്വഭാവത്തോടു കൂടി നല്ല സ്വഭാവത്തോടു കൂടിയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ നമ്മുടെ കഥകളിയിൽ ഉപയോഗിക്കുന്ന വേഷം ഇതിലേതാണ്? നമുക്ക് എഴുതി കൊടുക്കാം. അത് കണ്ണും പൂട്ടി എഴുതി കൊടുക്കാം. പച്ചയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. നമ്മൾ അടുത്തേക്ക് പോവാണ്. താഴെ തന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. കുഞ്ചൻ നമ്പ്യാർ, രുക്മിണി സ്വയംവരം, ONV കുറുപ്പ്, ഊതപ്പാട്ട്, നിത്യ ചൈതന്യതി ഇത്തിരി കാര്യം, ചെറുശ്ശേരി കൃഷ്ണഗാഥ. അപ്പൊ ഇതിന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി ഇതിലേതാ താഴെ തന്നെ തെറ്റായ ജോഡി. ONV കുറുപ്പ്, ഊതപ്പാട്ട്. അതല്ല എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യുക, അത് അവിടെ എഴുതി കൊടുക്കാം. അടുത്തത് കൗതുകം നിറഞ്ഞ കണ്ണും മനസ്സുമായി മാനത്തേക്ക് നോക്കി നിൽക്കുന്ന കുട്ടി തന്റെ ചാരത്തേക്ക് അമ്പിളിമാമന്റെ പൂനിലാവിനെ മാടി വിളിക്കുന്നു. നിലാവിനോട് എന്ന കവിത ഓർമ്മയില്ലേ? താഴെ തന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ എന്നാണ്. നമുക്ക് നോക്കാം താഴെ തന്ന ചോദ്യം. നിലാവിനോട് എന്ന കവിത എഴുതിയത് ആരാണ് നിലാവിനോട് എന്ന കവിത എഴുതിയത്? പറയടാ, ആരാണ് നിലാവിനോട് എന്ന കവിത? നിങ്ങളുടെ കവിതയല്ലേ, നിങ്ങൾ പഠിക്കുന്ന കവിതയല്ലേ. ആരാണ് നിലാവിനോട് എന്ന കവിത എഴുതിയത്? പണ്ഡിറ്റ് KP കറുപ്പനാണ് എന്ത് ചെയ്തത്, ആ കവിത എഴുതിയത് അല്ലെ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വരുന്നത് ഏഴഴകുള്ള മഴവില്ല്, തണുപ്പിക്കുന്ന കുളിർമഴ, സൂര്യകിരണങ്ങൾ, മിന്നിത്തിളങ്ങുന്ന മഞ്ഞുതുള്ളികൾ, പ്രകൃതി സുന്ദരമായ ഇത്തരം കാഴ്ചകൾ ഉൾപ്പെടുത്തി ലഘു വർണ്ണന തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു വർണ്ണന തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. പ്രകൃതിയിലെ സുന്ദരമായ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി ആകർഷകമായ ഭാഷയിൽ വർണ്ണനകൾ ചേർത്ത് എഴുതിയാൽ ഒരു മാർക്ക്. പരിമിതമായ പ്രകൃതി ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തി മികച്ച ഭാഷയിൽ വർണ്ണനകൾ ചേർത്ത് എഴുതിയാൽ പിന്നെ ഒരു മാർക്ക്. ആകർഷകമായ തലക്കെട്ട് വർണ്ണിച്ചെഴുതാനുള്ള ശ്രമം എന്നിവ നടത്തിയാൽ ഒരു മാർക്ക്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 3 മാർക്ക് പോലെ അങ്ങോട്ട് തരും അല്ലേ. റെഡി. അങ്ങനെയാണ്. അടുത്തത് പഴയകാല കാർഷിക ഉപകരണങ്ങൾ എന്താണ് പറയുന്നത് എന്ന് വായിച്ചു നോക്കൂ. പത്തായം എന്ന പാഠഭാഗം നടക്കാനിടയില്ല. താഴെ തന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താമെന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു സാധനം താഴെ കൊടുത്തിട്ടുണ്ട്. പഴയകാല കാർഷിക ഉപകരണങ്ങൾ എന്താണ് പറയുന്നത് എന്ന് വായിച്ചു നോക്കൂ. പത്തായം എന്ന ഭാഗം മറക്കാൻ ഒരു സംഭവമാണ് അല്ലെ. ചെങ്ങാതി ആ പഴയകാലം എത്ര സുന്ദരമായിരുന്നു അല്ലേ എന്ന് കലപ്പ പറയാണ്. അത് കേട്ടിട്ട് പത്തായം പറയാണ്, ഇന്ന് എലികളും പാറ്റകളും എല്ലാം എൻ്റെ അകമെല്ലാം കീഴടക്കി അല്ലേ. അപ്പോൾ അളവ് പാത്രം എന്ന് പറഞ്ഞിട്ടെന്താ, ഇന്ന് ഞാൻ വെറും ഒരു പ്രദർശന വസ്തു, ഇനി അതൊക്കെ വെറുതെ ഓർക്കാമെന്നു മാത്രം. പഴയകാല കാർഷിക ഉപകരണമായ തേക്കുട്ടയുടെ ഉപയോഗം എന്ത്? തേക്കുട്ടയുടെ ഉപയോഗം എന്തായിരുന്നു? തേക്കുട്ടയുടെ ഉപയോഗം പഴയകാലം എന്തായിരുന്നു? തേക്കുട്ട എന്തിനാണ് നമ്മൾ ഉപയോഗിച്ചത്?
കൃഷിയിടത്തിലൊക്കെ വെള്ളം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? പഴയ കാലത്ത് ഈ ഒരു തേക്കുട്ട എന്ന് പറയുന്ന സാധനം എന്താണ് ഈ തേക്കുട്ട? എന്ത് കുട്ടനാണ് പഴയ കാലത്ത് കൃഷിയിടത്തിലേക്ക് വെള്ളം നനയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച സാധനമാണ്. അടുത്തേക്ക് നമ്മൾ പോവാം. വിത്തായി ഉപയോഗിക്കാൻ മാറ്റിവെച്ച ധാന്യങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിച്ച് തീർക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത്? വിത്തായി ഉപയോഗിക്കാൻ മാറ്റിവെച്ച സാധനങ്ങൾ അല്ലെങ്കിൽ മാറ്റിവെച്ച ധാന്യങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിച്ച് തീർക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് എന്താണ്? വിത്ത് കുത്തി ഉണ്ണരുത് നമുക്കറിയാം അല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ വിദ്യാലയത്തിലെ പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ച് എന്ന് കരുതുക. ആരൊക്കെയായിരിക്കും നിങ്ങൾ ക്ഷണിക്കുക? ആ പരിപാടിയുടെ ഒരു പത്രവാർത്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഒരു പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ നമുക്കറിയാം അതിനൊരു തലക്കെട്ടൊക്കെ കൊടുത്ത് ഭംഗിയിൽ സ്ഥലവും ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഭംഗിയിൽ ഒരു പത്രവാർത്ത അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ അതിന് 3 മാർക്കാണ്. 3 മാർക്ക് ഇങ്ങനെ സുഖസുന്ദരമായിട്ട് ഇങ്ങോട്ടൊന്ന് പോരും. അതൊന്നും ഏറ്റവും വലിയ സംഭവമൊന്നുമില്ല. ഓക്കെ റെഡി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. The boy began to cry in real fear. Okay, he ran through the crowd calling out, "Father, mother!" A man in the crowd heard his cry. He lifted him up in his arms. "How did you get here, child?" the man asked. He described everything to the man. Write the description. നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടോയ് ഷോപ്പിൻ്റെതും അതുപോലെ തന്നെ ആ ഒരു സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഭംഗിയിൽ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. ആ ഡിസ്ക്രിപ്ഷൻ ഏകദേശം വരുന്നത് 3 മാർക്കാണ് കേട്ടോ. 3 മാർക്കാണ്. അപ്പോൾ fill in the blanks with the opposite word underline. ഓക്കെ റെഡി. അപ്പോൾ അവിടെ കൊടുത്തത് റിച്ച് ആണ്. റിച്ചിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? റിച്ച് എന്ന് പറഞ്ഞ വലിയ പണക്കാരനാണ്. ആ പണക്കാരന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? പൂവർ ആണ് അല്ലേ? നമുക്ക് എഴുതി കൊടുക്കാം. അതെന്താണ്? പൂവർ ആണെന്ന് എന്ത് ചെയ്യാം? നമുക്ക് എഴുതി കൊടുക്കാം. എഴുതി കൊടുക്കാം. അത് ഈസിയാണ് അല്ലേ? അടുത്തതിലേക്ക് നോക്കൂ നിങ്ങൾ. The naughty boy, he overturned my boat. Who said this? ഇതാരാണ് പറയുന്നത്? The naughty boy, he overturned my boat. ഇതാരാ പറഞ്ഞത്? ഇത് പറഞ്ഞത് ആരുമല്ല, ഇത് പറഞ്ഞത് അന്നയാണ് അല്ലേ? ചൂസ് ദ ഓഡ് വൺ ഫ്രം ദ ബ്രാക്കറ്റ്. ലുക്ക് കൊടുത്തിട്ടുണ്ട്, സീ കൊടുത്തിട്ടുണ്ട്, ടച്ച് കൊടുത്തിട്ടുണ്ട്, വാച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഓഡ് വൺ ഏതാണ് എന്നാണ് ചോദിച്ചത്. ഓഡ് വൺ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഏതെഴുതാം? അതിൽ എഴുതി കൊടുക്കാം. അതേതാണ് എന്നുള്ളത് നമുക്ക് എഴുതി കൊടുക്കാം. ലുക്ക്, സീ, ടച്ച്, വാച്ച്. അതിൽ നമുക്ക് ടച്ച് ആണെന്നുള്ളത് എന്ത് ചെയ്യാം? എഴുതി കൊടുക്കാം. അതേപോലെ തന്നെ താഴെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീനിങ് ഫുൾ വേർഡ് എഴുതാൻ വേണ്ടിയിട്ടാണ് കുറെ അക്ഷരങ്ങളാണ് കൊടുത്തത്. നോക്കാം. PEREWSIHD ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളോട് ഒരു മീനിങ് ഫുൾ വാക്കാക്കിയിട്ട് എഴുതാൻ വേണ്ടി പറയുമ്പോൾ നമുക്ക് അത് എഴുതി കൊടുക്കാം. സുഖസുന്ദരമായിട്ട് എഴുതി കൊടുക്കാം. എങ്ങനെ എഴുതി കൊടുക്കാം? എങ്ങനെയാണ് നമ്മൾ അത് എഴുതി കൊടുക്കുന്നത്? എങ്ങനെ എഴുതി കൊടുക്കാം? അതാണ് എന്ത്? വിസ്പേർഡ് അല്ലെ? വിസ്പേർഡ് ആണെന്ന് എന്ത് ചെയ്യാം? നമുക്ക് എഴുതി കൊടുക്കാം. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. റീഅറേഞ്ച് ദ വേർഡ്സ് ടു എ മീനിങ് ഫുൾ സെന്റൻസ്. ഒരു മീനിങ് ഫുൾ സെന്റൻസ് തയ്യാറാക്കാൻ വേണ്ടി പറയാണ് ഇവിടെ കൊടുത്തത്. ഈവൻ ആഫ്റ്റർ the shoemaker they lived happily and his wife worked hard and. ഇതെങ്ങനെയാണ് ഒരു മീനിങ് ഫുൾ വാക്കാക്കി മാറ്റുന്നത്? The shoemaker and his wife worked hard and they lived happily. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഹാപ്പിലി അല്ലേ? ഹാപ്പിലി ഈവൻ അല്ല എവർ ആഫ്റ്റർ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മീനിങ് ഫുൾ വേർഡാക്കി ഇതിനെ മാറ്റാൻ പറ്റുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തതിലേക്ക് പോവാണ്. അടുത്തതിലേക്ക് നമ്മൾ പൊതുവിജ്ഞാനത്തിലേക്ക് വരികയാണ്. പൊതുവിജ്ഞാനത്തിൽ വരുമ്പോൾ കാക്കകളില്ലാത്ത നാട് എന്ന് വിശേഷണത്തിൽ അറിയപ്പെടുന്നത് ഏതാണ്? കാക്കകളില്ലാത്ത നാട് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം. അത് ഈസി ആയിട്ട്. അത് ലക്ഷദ്വീപാണ്. കാക്കകളിൽ നിങ്ങൾ പോകുമ്പോൾ 2 കാക്കനെ പിടിച്ചടക്കൊണ്ടിട്ടോളി. കാക്കകളില്ലാത്ത നാട് എന്ന് പറയുന്നത് ഏതാ? ലക്ഷദ്വീപാണ്. അതുപോലെ തന്നെ 2024 അന്താരാഷ്ട്ര 2024 ഏത്
ഏതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര വർഷമായാണ് UN ആചരിക്കുന്നത്? നമുക്കറിയാം അത് ഒട്ടക വർഷമാണ് അല്ലെ. ക്യാമലിഡുകളാണെന്ന് എന്ത് ചെയ്യാം, നമുക്കത് അങ്ങോട്ട് അറിയാൻ വേണ്ടി പറ്റും ഇല്ലേ. അടുത്തതിലേക്ക് നമ്മൾ പോകുമ്പോ സൂര്യനെ നിരീക്ഷിക്കാനായി വിക്ഷേപിച്ച ആദ്യ ഇന്ത്യൻ ദൗത്യമേത്? സൂര്യനെ നിരീക്ഷിക്കാനായി വിക്ഷേപിച്ച ആദ്യ ഇന്ത്യൻ ദൗത്യം എന്ന് പറയുന്നത് ഏതാ? ആദിത്യ L1 ആണ്. ആദിത്യ L1 ആണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അങ്ങനെയുള്ള ഒരു ചോദ്യം വന്ന് നമുക്കൊക്കെ എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി പറ്റും. അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം തൃശ്ശൂർക്കാരുടെ തൃശ്ശൂർ ജില്ലയിലാണ്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? തൃശ്ശൂർ ജില്ലയിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ ഉരകം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഉരകം എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ഉരകം എന്ന് പറയുന്നത് അത് അണലിയാണ്. ആരാണ്? അണലിയാണ്. ഇന്ത്യയുടെ ദേശീയ ഉരകം എന്ന് പറയുന്നത് ഏതാ? അണലിയാണ്. അണലി. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. കേരള സർക്കാർ ഏർപ്പെടുത്തിയ ജ്യോതി പുരസ്കാരത്തിന് 2023 അർഹനായ കഥാകൃത്ത് ആരാണ്? ജ്യോതി പുരസ്കാരം കേരള സർക്കാർ ഏർപ്പെടുത്തിയ ജ്യോതി പുരസ്കാരത്തിന് 2023 അർഹനായ കഥാകൃത്ത് ആരാണ്? നമുക്ക് എഴുതി കൊടുക്കാം. അത് ടി പത്മനാഭനാണെന്ന് എഴുതി കൊടുക്കാം. ടി പത്മനാഭനാണെന്ന് എന്ത് ചെയ്യാം, നമുക്ക് എഴുതി കൊടുക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തിളങ്ങി നിൽക്കുന്ന മലയാളിയായ വനിതാ ക്രിക്കറ്റർ ആരാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തിളങ്ങി നിൽക്കുന്ന മലയാളിയായ വനിതാ ക്രിക്കറ്റർ ആരാണ്? നമുക്ക് എഴുതി കൊടുക്കാം. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റുക? മിന്നുമണിയാണെന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ആരാണ്? മിന്നുമണി. നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ഫോസിൽ ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ്? ഫോസിൽ ഗ്രഹം, അതേപോലെ തന്നെ വേറെന്താ? തുരുമ്പിച്ച ഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ്? നമുക്ക് എഴുതി കൊടുക്കാം. അതാണ് വ്യാഴം. വ്യാഴത്തിനാണ് അങ്ങനെ പറയാ. ആണോ? വ്യാഴമാണോ? ഈ ഫോസിൽ ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാ? ചൊവ്വയാണ് അല്ലെ. നമ്മളെ തെറ്റിക്കാനൊക്കെ അങ്ങനെ ചോദിക്കൂ അല്ലെ. ചൊവ്വയാണ്. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന മണിപ്പൂരിന്റെ തലസ്ഥാനം ഏത്? ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന മണിപ്പൂരിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ഇംഫാലാണ്. ഇംഫാൽ. നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. 2024 ജനുവരി 26 നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥിയായ ഇമ്മാനുവൽ മാക്രോൺ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ്? 2024 ജനുവരി 26 നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥിയായ ഇമ്മാനുവൽ മാക്രോൺ ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആണ് എന്ന് നമുക്ക് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം. കുറച്ച് ടഫുണ്ട് അല്ലേ. എഴുതി കൊടുക്കാം. ഏത് എഴുതി കൊടുക്കാം? അത് ഫ്രാൻസ് ആണെന്ന് എഴുതി കൊടുക്കാം. റെഡി. നേരെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഒരു കാതിൽ വെറ്റില, കയ്യിൽ കടകം, തലയിൽ വാസുകീയം, മുകളിലെ സൂചനകൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ഈ പറഞ്ഞിരിക്കുന്ന സൂചനകൾ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ് നോക്കി നമുക്ക് എഴുതി കൊടുക്കാം. ഏതാണ്? ചാക്യാർ കൂത്താണ് അല്ലെ. തലയിൽ വാസുകീയം, കയ്യിൽ കടകം, ഒരു കാതിൽ വെറ്റില, ഇതെന്താണ്? ചാക്യാർ കൂത്താണെന്ന് എന്ത് ചെയ്യാം, നമുക്ക് എഴുതി കൊടുക്കാം. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. അടുത്തത് എന്ന് പറയുന്നത് തെറ്റായ ജോഡി ഏത്? താമര. ഇലയിൽ മെഴുകുപോലുള്ള ആവരണം, അത് താമരക്കുണ്ട് അല്ലെ. ഇനി അടുത്തതോ? അസോള, മണ്ണിൽ വേരുറക്കും. അടുത്തതോ? ആമ്പൽ ഉണ്ടല്ലോ, തണ്ടിലും ഇലയിലും വായു അറകൾ. തണ്ടിലും ഇലയിലും വായു അറകൾ. ആഫ്രിക്കൻ പായൽ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കും. ഇതിലേതാണ് തെറ്റായ ജോഡി? ഏതാ? നമുക്ക് എഴുതി കൊടുക്കാം. അത് അസോളയാണ്. അസോള എങ്ങനെയാ? അസോള മണ്ണിൽ വേരുറക്കുവോ? ഇല്ല അല്ലേ. റെഡി. നേരെ നമ്മൾ അടുത്തേക്ക് പോകണം. ശരിയായ കൂട്ടം ഏത്? തിന, ഗോതമ്പ്, മാവ്, തെങ്ങ്, ചോളം, ഗോതമ്പ്, പന. പിന്നെയോ ചോളം, മുള, പ്ലാവ്. ഇതിലേതാണ് ശരിയായ കൂട്ടം? നമുക്ക് എഴുതി കൊടുക്കാം. ചോളം, ഗോതമ്പ്, പന. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ചേർന്നതാണ് എന്ത്?
സൗരയൂഥം. ഈസിയാണ്. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ചേർന്നതാണ് എന്ത്? സൗരയൂഥം. ഇതൊക്കെ ഈസിയിൽ നമുക്ക് എഴുതാൻ പറ്റും. താഴെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതകൾ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയെ സൂചിപ്പിക്കുന്നു? വ്യാപനം എന്റെ പ്രത്യേകതയാണ്. ഭാരമുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, നിശ്ചിത ആകൃതിയില്ല. ഇതേതാണ്? വ്യാപനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വ്യാപനം എന്റെ പ്രത്യേകതയാണ് അല്ലേ? ഭാരമുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട്, നിശ്ചിത ആകൃതിയില്ല. ഇതേതാണ്? വായു ആണ് അല്ലെ? വാതകം. നേരെ നമ്മൾ അടുത്തയിലേക്ക് നമ്മൾ പോവാണ്. എന്താണ്? ഹംസവും ദമയന്തിയും എന്ന പ്രശസ്തമായ കലാസൃഷ്ടി ആരുടേതാണ്? അപ്പൊ നമുക്ക് വേഗം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമല്ലേ. ആരുടേതാണെന്ന് ചോദിച്ചാൽ രാജാ രവിവർമ്മ അല്ലെ. രാജാ രവിവർമ്മയാണെന്ന് എന്ത് ചെയ്യാം? നമുക്ക് എഴുതി കൊടുക്കാം. വിത്ത് മുളയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആദ്യം പുറത്തു വരുന്ന ഭാഗം ബീജമൂലമാണ്. ആണോ? ആദ്യം പുറത്തു വരുന്ന ഭാഗം ബീജമൂലമാണ്. ശരിയാണോ? അതെ. ബീജപാത്രങ്ങൾ ചെടിയോടൊപ്പം വളരുന്നു. ശരിയാണോ? അല്ല. അടുത്തതോ? ബീജശീർഷം കാണ്ഡമായി മാറുന്നു. ശരിയാണോ? ശരിയാണ്. വേരായി മാറുന്നത് ബീജമൂലമാണ്. ശരിയാണോ? ശരിയാണ്. അപ്പൊ തെറ്റേതാ? ബീജപത്രങ്ങൾ ചെടിയോടൊപ്പം വളരുന്നു എന്ന് പറയുന്നതാണ് എന്ത്? ഇവിടെ തെറ്റ്. നമ്മൾ സ്പീഡ് പോകുന്നുണ്ട്. ഒരുപാട് ചോദ്യം ഉണ്ട്. ഇത് തീരൂലല്ല. അരമണിക്കൂർ ഇപ്പൊ തന്നെയായി. ഓക്കെ, നമ്മുടെ അടുത്തേക്ക് പോവാണ്. വിശാലമായ ഒരു പ്രദേശത്തിന്റെ സവിശേഷതകൾ ഒരു കടലാസിൽ കൃത്യമായി ചിത്രീകരിക്കുന്നതിന്റെ പേരാണ് എന്ത്? വിശാലമായ പ്രദേശത്തിന്റെ സവിശേഷതകൾ ഒരു കടലാസിൽ ചിത്രീകരിക്കുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഭൂപടം, മാപ്പ് അല്ലേ? ഓക്കെ, റെഡി. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഗ്രാമപഞ്ചായത്തിന് തൊട്ടുമുകളിൽ വരുന്നത് ഏതാണ്? ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ടുമുകളിൽ വരുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത്. ആണോ? ബ്ലോക്ക് പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ടുമുകളിൽ വരുന്ന പഞ്ചായത്ത്. ഓക്കെ, റെഡി. പ്രഥമ ശുശ്രൂഷ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. മുറിവേറ്റ ഭാഗം ഉയർത്തിപ്പിടിക്കണം. ഓക്കെ. വസ്ത്രത്തിന് തീ പിടിച്ചാൽ ഓടരുത്. ശരിയാണ്. കണ്ണിൽ പൊടി വീണാൽ തിരുമ്മേണ്ടതാണ്. കണ്ണിൽ പൊടി വീണാൽ തിരുമ്പരുത്. തെറ്റല്ലേ? അത് തന്നെയാണ് തെറ്റ് അല്ലേ? ഓക്കെ, റെഡി. കുടുംബത്തോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുകയാണ് മനു. എന്താണ്? പുറത്ത് ശക്തമായ മഴ പെയ്തു തുടങ്ങിയപ്പോൾ ക്രമേണ മുൻവശത്തെ ഗ്ലാസ്സിലൂടെയുള്ള കാഴ്ചകൾ മങ്ങി തുടങ്ങി. ഡ്രൈവർ പേപ്പർ കൊണ്ട് ഗ്ലാസിന്റെ അകം വശം തുടച്ചപ്പോൾ പേപ്പർ നനഞ്ഞിരുന്നു. എങ്ങനെയാണ് ഗ്ലാസിന്റെ അകവശത്ത് നനവ് രൂപപ്പെട്ടത്? എങ്ങനെയാണ് മഴ കൊണ്ട് തണുത്ത ഗ്ലാസിന്റെ അകവശത്ത് വായുവിലെ നീരാവി തട്ടി ജലം രൂപപ്പെടുന്നു അല്ലെ? അവിടെ എന്ത് ചെയ്യുന്നു? നനവ് അല്ലെങ്കിൽ ജലം എന്ത് ചെയ്യുന്നു? രൂപപ്പെടുന്നു. ഇനി അടുത്ത് നോക്കാം. ഇവിടെ ഓക്കെ, ഇത് വിശദീകരിക്കുന്ന നിത്യജീവിതത്തിൽ ഇത്തരം ഒരു സന്ദർഭം കണ്ടെത്തി പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പരീക്ഷണക്കുറിപ്പ് നമ്മളോട് അവിടെ തയ്യാറാക്കാൻ വേണ്ടി പറയാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു പരീക്ഷണക്കുറിപ്പ് അവിടെ അങ്ങോട്ട് തയ്യാറാക്കി കൊടുക്കാൻ. മറ്റോ വലിയ സംഭവമായിട്ടൊന്നുമില്ല. അതൊക്കെ ഈസിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? ഇല്ലേ? ഈസിയിൽ ചെയ്യാൻ പറ്റൂലേ? ഈസിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഇത് കുറച്ചൊരു നല്ലൊരു വൃത്തിയുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിലെ. കുറച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചോദ്യ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. മാത്സ് നമ്മൾ പറയുന്നില്ല. മാത്സിന്റെ മൊത്തത്തിലുള്ള ഇതൊരു കിട്ടാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇതിന്റെ PDF എന്ത് ചെയ്യാം? മൊത്തമായിട്ട് അങ്ങോട്ട് അയച്ചുതരാം. ഉത്തരങ്ങളും എന്ത് ചെയ്യാം? മൊത്തമായിട്ട് അങ്ങോട്ട് അയച്ചിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള ചോദ്യ പേപ്പറുകളിൽ നിന്നാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചോദ്യ പേപ്പറുകളിൽ നിന്ന് ഏകദേശം 44ഓളം മാർക്കിനുള്ള ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതാ പറയുന്നത്. ഇതൊക്കെ പഴയ വർഷത്തെ ചോദ്യ പേപ്പറുകൾ അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്ത് വരാം. കാരണം പലരും പല ചോദ്യങ്ങളും ഉണ്ടാക്കും. ഞാൻ ചിലപ്പോൾ എൻ്റെ വക കുറച്ച് ചോദ്യം ഉണ്ടാക്കും. നിങ്ങളെ സ്കൂളിലെ ടീച്ചർമാർ അവരുടെ വക കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കും. വേറെ പല ടീച്ചർമാർ അവരുടെ വക കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇതൊന്നും ഉണ്ടാക്കിയ ചിലപ്പോൾ മെയിൻ ചോദ്യം ഉണ്ടാക്കുന്നവർ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അവരിത് കണ്ടിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അവരെന്ത് ചെയ്യും? നമ്മൾ ഉണ്ടാക്കിയ ചോദ്യമൊക്കെ അവർ ചോദ്യത്തിൽ ഉൾപ്പെടുത്തി ചെയ്യും. അങ്ങനെ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ 1044ഓളം മാർക്കിലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു PDF-ൽ വന്നിട്ടുണ്ട്. ആ PDF കിട്ടാത്തവർ ചോദിക്കുക, അത് അയച്ചു തരും. നമ്മുടെ ഗ്രൂപ്പിലുണ്ട് 1040ഓളം PDFകൾ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി ഈ ഒരു 2 ദിവസങ്ങളാണ്. ഈ ഒരു 2 ദിവസങ്ങൾ നന്നായിട്ട് നിങ്ങൾ അങ്ങോട്ട് മെനക്കെട്ട് നിങ്ങൾക്ക് ഈ ഒരു LSS നമുക്ക് വാങ്ങണം എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അതിൽ വേറൊരു എക്സ്ക്യൂസും ഇല്ല. നമ്മൾ എന്തിനെ കളിച്ചിട്ടാണ് LSS നമ്മൾ വാങ്ങിയിരിക്കും. അത് ഉറപ്പാണ്. അതിൽ വേറൊരു എക്സ്ക്യൂസും ഇല്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാതെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ, സീ യു.